KTM ഒരു കാലത്ത് ഇന്ത്യൻ യുവാക്കളുടെ ഹരമായിരുന്ന ബൈക്ക്. വെറുമൊരു ബൈക്ക് എന്നതിനുപരി ഒരു ഇമോഷൻ ആയിട്ടായിരുന്നു അന്ന് പലരും KTMനെ കണ്ടിരുന്നത്. പെർഫോമൻസ്, സ്റ്റൈൽ, ത്രിൽ, ഇത് മൂന്നിന്റെയും കോംബോ വേറൊരു വണ്ടിയിലും അന്നില്ലായിരുന്നു. ഇത്രയും സക്സസ് ആയിരുന്ന വണ്ടി ഇന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. പല ഡീലർഷിപ്പുകളും ഇന്ന് ക്ലോസ് ചെയ്തു തുടങ്ങി. ഒരു കാലത്ത് വെയിറ്റിംഗ് ലിസ്റ്റിൽ മാത്രം കിട്ടിയിരുന്ന വണ്ടി ഇന്ന് വാങ്ങാൻ പോലും ആരും ഇല്ലാതെയായി. ഇന്ന് ചപ്രി ബൈക്ക് അല്ലെങ്കിൽ കണ്ണാപ്പി വണ്ടി എന്നാണ് പലരും KTMനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഒരു കാലത്ത് യൂത്തിന്റെ സ്വപ്നമായിരുന്ന ഈ ബൈക്ക് ഇന്ന് എങ്ങനെ ഇതുപോലൊരു അവസ്ഥയിലെത്തി? എന്തായിരിക്കും KTMന്റെ ഡൗൺഫോളിന് പിന്നിലെ കാരണം? വർഷം 1934 യൂറോപ്പിലെ ഓസ്ട്രിയയിൽ ഹൻസ് ട്രങ്കൻപോൾസ് എന്ന എഞ്ചിനീയർ ഒരു ചെറിയ മെക്കാനിക് വർക്ക്ഷോപ്പ് ആരംഭിക്കുന്നു. ഇതിന്റെ പേരായിരുന്നു KTM അഥവാ ക്രോൺഡ്രിഫൻ ട്രങ്കൻപോൾസ് മാറ്റിഗോഫിൻ. തുടക്കത്തിൽ KTM ഓഫ് റോഡ് ബൈക്കുകളായിരുന്നു നിർമ്മിച്ചിരുന്നത്. 1990കളോടെ KTM വണ്ടികളിൽ മാറ്റം കൊണ്ടുവരാൻ തുടങ്ങി. പക്ഷെ KTM എങ്ങനെ ഇന്ത്യയിലെത്തി? 2007 ഈ കഥയുടെ തുടക്കം. ഇന്ത്യയിലെ പ്രമുഖ 2 വീലർ കമ്പനിയായിരുന്ന ബജാജ് ഓട്ടോ KTMന്റെ 14.5% സ്റ്റേക്ക് വാങ്ങുന്നു. തുടർന്ന് 2012കളോടെ KTM ഇന്ത്യയിൽ ഒഫീഷ്യലി എൻട്രി ചെയ്യുകയും KTM ഡ്യൂക്ക് 200 ലോഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. 1,17,000 രൂപയായിരുന്നു അന്ന് ഈ ബൈക്കിന്റെ വില. എന്നാൽ മറ്റു പല കമ്പനികളും അവരുടെ ബൈക്കിന്റെ മൈലേജിനെ കുറിച്ചും കംഫർട്ടിനെ കുറിച്ചും പറയുമ്പോൾ KTM അവരുടെ ക്യാമ്പയിൻ ചെയ്തിരുന്നത് റെഡി ടു റേസ് എന്ന ടാഗ്ലൈനോട് കൂടിയായിരുന്നു. ഇതോടുകൂടി ഡ്യൂക്ക് 200 യൂത്തിന്റെ സ്വപ്നമായി മാറി. സ്മൂത്ത് ആൻഡ് എൻജോയബിൾ റൈഡായിരുന്നു ഈ ബൈക്ക് നൽകിയിരുന്നത്. പതിയെ ഓരോ കോളേജ് ക്യാമ്പസിലും KTM ഡ്യൂക്ക് ഒരു സംഭവമായി മാറി. യൂട്യൂബിൽ ബൈക്കിന്റെ സ്റ്റണ്ട് വീഡിയോകൾ വൈറലാവാൻ തുടങ്ങി. ബൈക്കിന്റെ പോപ്പുലാരിറ്റി കൂടുന്നത് കണ്ട കമ്പനി ഇന്ത്യയിലെ ഓരോ മെട്രോ സിറ്റിയിലും KTM ഷോറൂംസ് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ ഡ്യൂക്ക് 200ന്റെ ഗംഭീര വിജയത്തിന് ശേഷം 2014 കമ്പനി ഡ്യൂക്ക് 390 ലോഞ്ച് ചെയ്യുന്നു. 2,05,000 രൂപയായിരുന്നു ഡ്യൂക്ക് 390യുടെ വില. വൈകാതെ തന്നെ ഈ ബൈക്കും മാർക്കറ്റിൽ പുതിയ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു. ഇതിനുശേഷമാണ് കമ്പനി അവരുടെ ഐക്കോണിക് RC സീരീസ് ലോഞ്ച് ചെയ്യുന്നത്. പ്യുവർ റേസിംഗ് വൈബ്സ് ആയിരുന്നു RC സീരീസ് നൽകിയിരുന്നത്. ശരിക്കും KTM ബൈക്ക് അല്ലായിരുന്നു വിറ്റിരുന്നത്, മറിച്ച് ഇന്റർനാഷണൽ ലെവൽ ബൈക്കിംഗ് കൾച്ചർ ആയിരുന്നു. വെറുമൊരു മെഷീൻ എന്നതിനുപരി ലക്ഷക്കണക്കിന് ആളുകൾക്ക് അതൊരു ഡ്രീമായി മാറിയിരുന്നു. ഇതേ സമയം തന്നെ കുറേയേറെ പ്രോബ്ലംസും കമ്പനി ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഇതോടുകൂടി KTMന്റെ ഡൗൺഫോൾ ആരംഭിക്കുന്നു. ഇതിൽ കുറേയധികം മിസ്റ്റേക്കുകളും കമ്പനിയുടെ ഭാഗത്തു നിന്ന് തന്നെയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യമായിരുന്നു പ്രാക്ടിക്കാലിറ്റി കുറവായിരുന്നു എന്നത്. ഡെയിലി യൂസിന് KTM ഒരു ഗുഡ് ചോയ്സ് അല്ലായിരുന്നു. കൂടാതെ ബൈക്കിന്റെ സീറ്റിംഗ് പൊസിഷനും ശരിയല്ലായിരുന്നു. ഇത് റൈഡേഴ്സിന് ലോങ് റൈഡ് ചെയ്യുമ്പോൾ ബാക്ക് പെയിൻ വരാൻ ഇടയാകുന്നു. മൈലേജിന്റെ കാര്യത്തിലും KTM വളരെ പിന്നിലായിരുന്നു. പ്രോബ്ലംസ് ഇവിടം കൊണ്ട് മാത്രം തീർന്നില്ല. കമ്പനി വാഹനങ്ങളുടെ വില ക്രമാതീതമായി ഉയർത്താൻ തുടങ്ങി. 1,20,000 രൂപയ്ക്ക് കിട്ടിയിരുന്ന ഡ്യൂക്ക് 200 ഇന്ന് 2,40,000 രൂപയാക്കി. കൂടാതെ സർവീസ്, ഇൻഷുറൻസ് ചാർജുകൾ വേറെ. ഇതു കാരണം പണ്ട് വളരെ ഉത്സാഹത്തോടെ KTM വാങ്ങിയിരുന്നവർ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വണ്ടി വിൽക്കാൻ തയ്യാറാവുന്നു. ഇതേസമയം മറ്റു പല ബൈക്ക് കമ്പനികളും അവരുടെ സർവീസ്, റിലയബിലിറ്റി, ലോയൽറ്റി എന്നീ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ KTM ഈ കാര്യങ്ങളൊന്നും മുഖവിലക്കെടുത്തിരുന്നില്ല. ഇതോടുകൂടി യൂസേഴ്സ് മറ്റു ബൈക്കുകളിലേക്ക് മാറാൻ തീരുമാനിക്കുന്നു. തുടക്കത്തിൽ ഡ്യൂക്കും RC സീരീസും കമ്പനി യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിലായിരുന്നു നിർമ്മിച്ചിരുന്നത്. അന്ന് ഇതിന്റെ പാർട്സുകൾ ഇന്ത്യയിൽ ലഭ്യമായിരുന്നില്ല. പിന്നീട് ഇന്ത്യയിൽ ഇത് അസംബിൾ ചെയ്യാൻ തുടങ്ങിയ ശേഷം ക്വാളിറ്റിയിൽ വളരെയധികം ഇടിവ് സംഭവിച്ചു. പലരുടെയും വാഹനങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ കേടുപാടുകൾ സംഭവിക്കാൻ തുടങ്ങി. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയ യൂസേഴ്സ് റെഡിറ്റ്, യൂട്യൂബ്, ബൈക്കേഴ്സ് ഫോറം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നെഗറ്റീവ് റിവ്യൂകളും കംപ്ലൈന്റുകളും അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ KTM ഈ കംപ്ലൈന്റ്സ് ഒന്നും എടുത്തില്ല. ഇതുപോലുള്ള കാരണങ്ങളാൽ KTMന്റെ ബ്രാൻഡ് ഇമേജ് ഇല്ലാതെയാവുന്നു. മറ്റു പല കാരണങ്ങളും KTM പിന്നിലാവാൻ കാരണമായി. സെയിം സെഗ്മെന്റിലുള്ള മറ്റു പല വാഹനങ്ങളും 40 to 50 km/ലിറ്റർ മൈലേജ് തരുമ്പോൾ KTM 25 to 30 km/ലിറ്റർ മൈലേജ് മാത്രമായിരുന്നു നൽകിയിരുന്നത്. ഇത് മിഡിൽ ക്ലാസ് യൂസേഴ്സിന് ഒരു തലവേദനയായി മാറി. കൂടാതെ KTMന്റെ സർവീസ് ചാർജ് വളരെ കൂടുതലായിരുന്നു. ഒരു യൂസേഴ്സ് സർവീസിന് കമ്പനി ഈടാക്കിയിരുന്നത് 2,500 രൂപ മുതൽ 4,000 രൂപ വരെയായിരുന്നു. പിന്നീട് മറ്റു പല കമ്പനികളും ഇലക്ട്രിക് വാഹനങ്ങൾ ലോഞ്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷേ KTM അവരുടെ ഓൾഡ് സ്കൂൾ ബൈക്ക് തന്നെ വീണ്ടും പ്രൊഡക്ഷൻ ചെയ്യാൻ ആരംഭിച്ചു. ഇതുപോലെ ഇലക്ട്രിക് ബൈക്ക് ഉണ്ടാക്കാൻ KTMും ട്രൈ ചെയ്തിരുന്നു. പക്ഷേ അവരുടെ ആദ്യ ഇലക്ട്രിക് വണ്ടിയായിരുന്ന ഈ ഡ്യൂക്ക് ടെസ്റ്റിംഗിൽ തന്നെ പരാജയപ്പെട്ടു. വാഹനങ്ങൾ വാങ്ങാൻ ആളില്ലാതെയായിട്ടും KTM അവരുടെ പ്രൊഡക്ഷൻ നിർത്തിയില്ല. മുമ്പ് എത്രത്തോളം വാഹനങ്ങൾ നിർമ്മിച്ചിരുന്നോ അത്രത്തോളം വാഹനങ്ങൾ വീണ്ടും പ്രൊഡക്ഷൻ ചെയ്യുന്നു. ഇതുപോലുള്ള നൂറുകണക്കിന് കാരണങ്ങളാൽ കമ്പനി വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നു. പക്ഷേ ഇത്രയും വലിയ നഷ്ടമുണ്ടായിട്ടും KTM പിന്മാറിയില്ല. അതിശക്തമായി തിരിച്ചു വരാനുള്ള വഴികൾ കമ്പനി തേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ KTMന്റെ റെസ്ക്യൂ മിഷനിൽ ബജാജ് 150 മില്യൺ യൂറോ ഇൻവെസ്റ്റ് ചെയ്യുന്നു.
ആ സമയം KTMന്റെ കൈവശം ഓപ്പറേഷൻസ് നടത്താൻ പോലും ഫണ്ട് ഉണ്ടായിരുന്നില്ല. ബജാജിന്റെ ഈ സപ്പോർട്ട് KTMന് ഒരു ലൈഫ് ചേഞ്ചിങ് മൂമെന്റ് ആയിരുന്നു. അതിശക്തമായി തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ് KTM ഇന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? KTMന് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കുക.